ഓപ്പറേഷൻ തൂഫാൻ വന്നതോടെ ഞാൻ കഞ്ചാവ് വാങ്ങുന്നത് നിർത്തി സാറേ. പോലീസ് പിടിച്ചുകൊണ്ടുപോകുമെന്ന് തോന്നി. ഇപ്പോൾ കിട്ടിയാൽ മാത്രമേ വലിക്കൂ. നെടുങ്കണ്ടത്ത് ലഹരി വസ്തുക്കളുമായി പിടിയിലായ ഒരു യുവാവിന്റെ വെളിപ്പെടുത്തലാണിത്. പോലീസ് പിടികൂടിയപ്പോൾ പക്ഷേ ഇയാളുടെ കൈവശമുണ്ടായിരുന്നത് ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന വേദന സംഹാരികളും കഞ്ചാവ് ബീഡികളും. 3 പേരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടം പോലീസ് പിടികൂടിയിട്ടുള്ളത്. പണ്ടൊക്കെ വാങ്ങുമായിരുന്നു. ഞാൻ ഇപ്പം വാങ്ങുന്നില്ല. 2-3 മാസം മുന്നേ തൂഫാൻ വരുന്നതിന് മുന്നേ ഞാൻ വലിക്കുമായിരുന്നു. പിന്നെ പരിപാടി ആണല്ല വലിക്കും, പക്ഷെ എടുക്കാറൊന്നുമില്ല. കിട്ടിയാ വലിക്കും. ഇന്നലെ നെടുങ്കണ്ടം പോലീസ് ഉമ്മാക്കടയിൽ നടത്തിയ പരിശോധനയിലാണ് 3 യുവാക്കൾ പിടിയിലായത്. പോലീസ് എത്തുമ്പോൾ ഒരാൾ കഞ്ചാവ് വലിക്കുകയായിരുന്നു. സമീപത്തു നിന്ന് 2 യുവാക്കൾ കയ്യിലിരുന്ന കവർ മറയ്ക്കാൻ ശ്രമിച്ചു. സംശയം തോന്നിയ പോലീസ് ഇവരെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ശക്തിയേറിയ വേദന സംഹാരികളും കഞ്ചാവ് ബീഡികളും. പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് വേദന സംഹാരി ലഹരിക്ക് ഉപയോഗിക്കുമെന്ന് ഇവർ വെളിപ്പെടുത്തിയത്. ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പിക്ക് ശേഷം നൽകുന്ന ഗുളികകളാണിത്. ഈ ഗുളികകൾ സോഡിയം ക്ലോറൈഡ് ലായനിയിൽ ലയിപ്പിക്കും. ശേഷം ഇൻസുലിൻ സിറിഞ്ചും സൂചിയും ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തിവെക്കും. ശേഷം കഞ്ചാവ് വലിച്ചാൽ ലഹരി 2 ദിവസം നീണ്ടു നിൽക്കും. കഞ്ചാവ് വലിക്കാനും ഇവർ പ്രത്യേക ഹുക്കുകൾ തയ്യാറാക്കിയിരുന്നു. പ്ലാസ്റ്റിക് കുപ്പിയും പപ്പായയുടെ ഇലയുടെ തണ്ടും ഉപയോഗിച്ചാണ് ഹുക്ക തയ്യാറാക്കിയത്. ഒറ്റയ്ക്ക് പോകാൻ പേടിയാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയത് സാറേ. ഞാൻ ഉപയോഗിക്കത്തില്ല സാറേ. കട്ടപ്പനയിലെ ക്യാപ്സൂൾ എന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ഇവർക്ക് മരുന്ന് ലഭിച്ചത്. ഡോക്ടറുടെ കുറിപ്പടിയോടെയാണോ മരുന്ന് നൽകിയത് എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. 3 യുവാക്കൾ പിടിയിലായതിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യുവാക്കളുടെ മൊഴിയിൽ പോലീസ് ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. ഇയാൾക്കു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. പിടിയിലായ 3 പേർക്കും പ്രായം 22 ആണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.